പണിമുടക്ക് ദിനത്തിലെ നഷ്ടം മുൻനിർത്തി ജീവനക്കാർക്കെതിരെ നടപടിക്കൊരുങ്ങി KSRTC മാനേജ്മെന്റ്. ജീവനക്കാരുടെ പേരുവിവരങ്ങൾ ശേഖരിച്ച് മന്ത്രിയുടെ അനുമതിയോടെ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. പണിമുടക്ക് ദിനത്തിൽ 5 കോടിയോളം രൂപയുടെ നഷ്ടമാണ് KSRTCക്ക് ഉണ്ടായത്. കഴിഞ്ഞ ജൂലൈ 9-ന് ഇടത് ട്രേഡ് യൂണിയനുകൾ നടത്തിയ പണിമുടക്കിൽ KSRTCയിലെ ഭൂരിഭാഗം തൊഴിലാളികളും പങ്കെടുത്തിരുന്നു. പല ടിപ്പുകളിലും സർവീസിനിറങ്ങിയ ബസ്സുകൾ തടഞ്ഞായിരുന്നു പ്രതിഷേധം. KSRTC സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെ പൂർണ്ണമായും തള്ളുന്ന നിലപാടായിരുന്നു ഇടത് നേതാക്കൾക്കും തൊഴിലാളി യൂണിയനുകൾക്കും. പണിമുടക്ക് ദിനത്തിൽ ആകെ വരുമാനം 1.83 കോടി, ശമ്പളവും ഡീസലും വായ്പാ തിരിച്ചടവും പെൻഷൻ ആനുകൂല്യങ്ങളും ഉൾപ്പെടെ ചെലവ് 6.46 കോടി. ഈ സാഹചര്യത്തിലാണ് പണിമുടക്ക് നടത്തിയ ജീവനക്കാർക്കെതിരെ നടപടിക്ക് മാനേജ്മെന്റ് ഒരുങ്ങുന്നത്. പണിമുടക്കിൽ പങ്കെടുത്തവരുടെ പേര് വിവരങ്ങൾ ശേഖരിച്ച് മന്ത്രിയുടെ അനുമതിയോടുകൂടി നടപടിയെടുക്കാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. പണിമുടക്ക് കൊണ്ട് വരാൻ പോകുന്ന 6 മാസത്തെ ശമ്പള വിതരണം അവതാളത്തിലാകുമെന്നും മാനേജ്മെന്റ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ജനം, തിരുവനന്തപുരം.